ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെസ്റ്റിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് കീ എലമെൻറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക്കൽ ഗവൺമെൻറ്. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവം കഥാരൂപത്തിൽ വിവരിച്ചുകൊണ്ടാണ്. മായ നായിഡു എന്ന കുട്ടി കുറേ പഴയ പേപ്പർ കട്ടിങ്സ് നോക്കുകയാണ്. ആ പത്ര കട്ടിങ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ കിട്ടി. ഏകദേശം 10-11 വയസ്സുള്ള ആൺകുട്ടിയാണത്. ഇത് മായ അമ്മയോട് ഇതാരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ് ഈ കുട്ടിയുടെ പേര് ഹെക്ടർ പീറ്റേഴ്സൺ എന്നാണ്. ഈ കുട്ടിയെ പോലീസ് ഷൂട്ട് ചെയ്തു കൊന്നു. ഇത് കേട്ടത് മായ വല്ലാതെ ഷോക്കായിപ്പോയി. എന്നിട്ട് അവൾ അമ്മയോട് ചോദിച്ചു, ഈ കുട്ടിയെ ഷൂട്ട് ചെയ്യാൻ മാത്രം കാരണം എന്താണ്? അവളുടെ അമ്മ വിശദീകരിച്ചു. ആഫ്രിക്കയിൽ നേരത്തെ വർണ്ണവിവേചന നിയമം ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ കറുത്തവരും വെളുത്തവരും ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്ന് കുടിയേറി താമസിച്ചവരാണ് വൈറ്റ് പീപ്പിൾ. വൈറ്റ് പീപ്പിളാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലാക്സിനെ ഇഷ്ടമല്ലായിരുന്നു. വൈറ്റ് പീപ്പിളും ബ്ലാക്ക് പീപ്പിളും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതിനോ വിവാഹം ചെയ്യുന്നതിനോ പൊതുവേദികൾ ഉപയോഗിക്കുന്നതിനോ പാടില്ലായിരുന്നു. അതുപോലെ ബ്ലാക്ക് പീപ്പിൾസിന് പബ്ലിക് റോഡ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, പബ്ലിക് വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ആശുപത്രികളിൽ ആംബുലൻസിൻ്റെ സൗകര്യമുണ്ടായിരുന്നത് പോലും വെള്ളക്കാർക്ക് മാത്രമായിരുന്നു. വൈറ്റ് പീപ്പിൾസിനല്ലാതെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ഭൂമി വെള്ളക്കാർക്കായി നീക്കിവെച്ചു. അങ്ങനെ ബ്ലാക്ക് പീപ്പിളിനെ വൈറ്റ് പീപ്പിൾ തുല്യമായി കണക്കാക്കിയിരുന്നില്ല. ഇങ്ങനെ ബ്ലാക്ക് പീപ്പിളിനോടുള്ള വിവേചനം കൂടി വന്നപ്പോൾ അതിനെതിരെ അവർ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഉയർന്നു വന്ന ഒരു പ്രതിഷേധമാണ് സൊവിറ്റോ അപ്രൈസിംഗ്. സൊവിറ്റോ എന്നത് ബ്ലാക്ക് പീപ്പിൾ താമസിക്കുന്ന ഒരു ടൗണാണ്. അവിടുത്തെ കുറച്ച് സ്കൂൾ കുട്ടികൾ പ്രതിഷേധങ്ങൾക്ക് ആദ്യം തുടക്കം കുറിച്ചു. പിന്നെ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. സൊവിറ്റോ അപ്രൈസിംഗിന് ആദ്യമായി കൊല്ലപ്പെട്ട ഒരു കുട്ടിയാണ് ഹെക്ടർ പീറ്റേഴ്സൺ. ഹെക്ടർ പീറ്റേഴ്സണും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും തമ്മിൽ സ്കൂളിൽ സമരം ചെയ്യുകയായിരുന്നു. അവർക്ക് ആഫ്രിക്കർ പറയുന്ന ഭാഷ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ആഫ്രിക്കൻ ഭാഷ വെള്ളക്കാർ സംസാരിച്ചിരുന്ന ഭാഷയാണ്. അതുകൊണ്ട് അവർക്ക് ആഫ്രിക്കൻ ഭാഷ ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ മേൽ ഈ ഭാഷ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അവർ അവരുടെ സ്വന്തം ഭാഷയായ സുലു പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു. സ്വന്തം ഭാഷ പറയാനുള്ള ഒരവകാശത്തിന് വേണ്ടിയാണ് ഹെക്ടർ പീറ്റേഴ്സണും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് പ്രതിഷേധം നടത്തിയത്. എന്നാൽ വൈറ്റുകാർ 1976 ജൂൺ 16 ഹെക്ടർ പീറ്റേഴ്സണെ വെടിവെച്ചു കൊന്നു. ഇതിനുശേഷം പല സ്ഥലങ്ങളിലും വൻ പ്രതിഷേധങ്ങൾ നടന്നു. പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള വലിയ പാർട്ടികൾ ഉയർന്നു വരികയും നെൽസൺ മണ്ടേല പോലുള്ള നേതാക്കന്മാർ വർണ്ണവിവേചന വ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാനും തുടങ്ങി. വർഷങ്ങളോളമുള്ള പോരാട്ടത്തിനൊടുവിൽ അവർ വിജയിച്ചു. ദക്ഷിണാഫ്രിക്ക 1994 ഒരു ജനാധിപത്യ രാജ്യമായി മാറി. അതിലെല്ലാ വംശത്തിലുമുള്ള ജനങ്ങളെ തുല്യരായി കണക്കാക്കി. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് പാർട്ടിസിപ്പേഷൻ അഥവാ ജനപങ്കാളിത്തം. ജനാധിപത്യ രാജ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങളാണെന്ന് നമ്മൾ മുമ്പിലത്തെ അധ്യായത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരെയാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു. സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഫിക്സഡ് പീരീഡിൽ ഇലക്ഷൻ നടക്കും. ഇന്ത്യയിൽ അത് 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഈ 5 വർഷ കാലയളവിൽ മാത്രമേ ആ സർക്കാരുകൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഓരോ 5 വർഷം കൂടുമ്പോഴും പുതിയ ഗവൺമെൻറ് വന്നുകൊണ്ടേയിരിക്കും. ഈ 5 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ അത് വിലയിരുത്തിയാണ് അടുത്ത പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല പ്രവർത്തനവും ജനങ്ങൾക്കൊപ്പം നിന്ന് ഗവൺമെൻറ്റുമാണെങ്കിൽ ആ ഗവൺമെൻറ് വീണ്ടും 5 വർഷത്തേക്ക് അധികാരത്തിൽ തുടരും. എന്നാൽ പൗരന്മാർക്ക് എതിരായിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ തുടർന്നുള്ള ഇലക്ഷനിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇനി ഇലക്ഷനിലൂടെ മാത്രമല്ല പൗരന്മാർക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നത്. അതർ വേസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പലതരത്തിൽ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പറ്റും. 2005 ഓഗസ്റ്റിൽ ഗവൺമെൻറ് വൈദ്യുതി നിരക്ക് കൂട്ടിയപ്പോൾ പൗരന്മാരെല്ലാവരും ചേർന്ന് റാലികളും സിഗ്നേച്ചർ ക്യാമ്പയിനും നടത്തി. ഒടുവിൽ ജനങ്ങളുടെ അഭിപ്രായം കേട്ട് വർധന പിൻവലിക്കുകയായിരുന്നു. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് സർക്കാരിൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നത്. ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ഭരണപരമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും നിരവധി മാർഗങ്ങളുണ്ട്. ധരണികൾ, റാലികൾ, പണിമുടക്ക് എന്നിവ. എന്നാൽ ഇവയൊന്നും യാതൊരു വയലൻസിയും ഇല്ലാതെ വേണം ചെയ്യാനായിട്ട്. എന്നാൽ രാഷ്ട്രബോധമുള്ള ഒരു പൗരൻ എപ്പോഴും അലർട്ടായിരിക്കണം. എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? ഗവൺമെൻറ് നമുക്ക് എതിരായിട്ടുള്ള പോളിസിയാണോ എടുക്കുന്നത് എന്നീ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ഇനി ഇന്ത്യ പോലുള്ള വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഡെമോക്രസി കൂടിയാകുമ്പോൾ പല കോൺഫ്ലിക്റ്റുകളും വരാം.
പല കൾച്ചറിൽ പെടുന്ന ആൾക്കാർ ഇൻ്റർമീഡിയറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളും ഉടലെടുക്കാം. ഇങ്ങനെ റിലീജിയസ് ഇഷ്യൂ നടക്കുമ്പോൾ ഇവയെല്ലാം പരിഹരിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഭരണഘടനയെ ആശ്രയിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ഒരുപോലെയാണ് നിയമങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ചില മതക്കാർ അവരുടെ ആഘോഷങ്ങൾക്ക് ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ ഈ ഘോഷയാത്രകൾ സംഘടനത്തിലേക്ക് നയിച്ചേക്കാം. പലപ്പോഴും ഈ ഘോഷയാത്രകൾ കടന്നു പോകുന്ന വഴിയിലും ഘോഷയാത്രയ്ക്കൊപ്പവും പോലീസ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലേ. എന്തിനായിരിക്കും പോലീസ് ഈ ഘോഷയാത്രകൾക്കൊപ്പം പോകുന്നത്? അതിന് കാരണം ഈ ഘോഷയാത്ര പോകുന്ന വഴിക്ക് മറ്റൊരു മതത്തിൻ്റെ പ്രതിനിധികളെ കാണുമ്പോൾ അവർ വാക്ക് തർക്കങ്ങളാൽ ബഹളമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ആക്രമണം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭയന്നാണ് പോലീസ് ഘോഷയാത്രകളിൽ സംരക്ഷണം നൽകുന്നത്. ആക്രമണം നടക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ തൊട്ട് വലിയ പ്രശ്നങ്ങൾ വരെ ഡീല് ചെയ്യേണ്ടതാരാണ്? ഗവൺമെൻറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഒരു നദി ആരംഭിക്കാം, എന്നാൽ ആ നദിയുടെ ഒഴുക്ക് മറ്റൊരു സംസ്ഥാനത്തിലൂടെയും ആ നദി അവസാനിക്കുന്നത് വേറൊരു സംസ്ഥാനത്തുമായിരിക്കാം. എന്നാൽ ഈ നദി കടന്നു പോകുന്ന വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ നദീജലം പങ്കിടുന്നത് സംഘർഷത്തിന് കാരണമാകുന്നു. ഉദാഹരണത്തിന് കാവേരി നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ദക്ഷിണേന്ത്യയിലെ ഗംഗ എന്നറിയപ്പെടുന്ന കാവേരി നദി. കർണാടകയിലെ തലക്കാവരിയിൽ നിന്ന് ഉത്ഭവിച്ച് തെക്ക് കർണാടകത്തിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ വഴി കാരയ്ക്കൽ പ്രദേശത്തെത്തിയാണ് കാവേരി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കർണാടകം എന്നിവയാണ് തർക്കത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും. എങ്കിലും ഈ തർക്കത്തിലെ പ്രധാന കക്ഷികൾ കർണാടകയും തമിഴ്നാടുമാണ്. കാവേരി നദിയിൽ കർണാടകയും തമിഴ്നാടും പണിതിരിക്കുന്ന 2 ഡാമുകളെ ചൊല്ലിയാണ് കാവേരി നദീജല തർക്കം. കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങൾ തമ്മിലാണ് പ്രശ്നം. കർണാടകയിൽ കൃഷ്ണരാജ സാഗർ ഡാമും തമിഴ്നാട്ടിലെ മേട്ടൂർ ഡാമുമാണ് കാവേരി നദിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കാവേരി നദി കർണാടകയിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ കർണാടകയുടെ ഡാമായ കൃഷ്ണരാജ സാഗർ ഡാം തുറന്നുവിട്ടാൽ മാത്രമേ തമിഴ്നാട്ടിലെ മേട്ടൂർ ഡാമിലേക്ക് വെള്ളം എത്തുന്നുള്ളൂ. കാവേരി ഒരു പെനിൻസുലാർ നദിയായതുകൊണ്ട് തന്നെ ജലലഭ്യത മഴക്കാലത്ത് മാത്രം ആശ്രയിച്ചാണ്. മഴയിൽ കർണാടകയിൽ ലഭിക്കുന്ന ജലം തമിഴ്നാട് ലഭിക്കുന്നതിനേക്കാൾ കുറവാണ്. ഇതാണ് കാവേരി നദീജല തർക്കത്തിൻ്റെ പ്രധാന കാരണം. അതുമാത്രമല്ല, തമിഴ്നാടിൻ്റെ നെല്ലറയായ തഞ്ചാവൂർ കാവേരി തടത്തിലാണ്. ആടിമാസത്തിൽ തമിഴരുടെ ഒരു പ്രധാന ഉത്സവമുണ്ട്. കാവേരി നദിക്ക് ഉപസംഹാരങ്ങൾ അർപ്പിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ്. കാവേരി ജലം ലഭിച്ചില്ല എങ്കിൽ ഈ ഉത്സവം മുടങ്ങുമെന്നുമുള്ള വാദം തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നു. ഇങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളും തമ്മിൽ അധികം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനായി കേന്ദ്ര ഗവൺമെൻറ് ഒരു ട്രിബ്യൂണലിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ 2 സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ തൊട്ട് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരാണ്. ഈ കാവേരി പ്രശ്നം സർക്കാർ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? 2 സംസ്ഥാനങ്ങൾക്കും ന്യായമായ രീതിയിൽ ജലവിതരണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണം. ഇനി ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, സമത്വവും നീതിയും. അപ്പോൾ ഒരു സമൂഹത്തിൽ സമത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എല്ലാവർക്കും നീതി ലഭിക്കുകയുള്ളൂ. കുറവുള്ളവരെ കൂടുതലുള്ളവർക്കൊപ്പം കൊണ്ടുവരുന്ന രീതിയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇന്ത്യയിൽ ആൺകുട്ടികളേക്കാൾ പെൺകുട്ടികൾക്ക് ഒത്തിരി കെയർ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കെയർ പെൺകുട്ടികൾക്ക് നൽകുന്നത്? പണ്ട് കാലങ്ങളിൽ ശൈശവ വിവാഹം നിലനിന്നിരുന്നല്ലേ. അതുമാത്രമല്ല, പെൺകുട്ടികളെ അബോർഷൻ ചെയ്ത് കളയുന്ന രീതിയും ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും കരുതിയിരുന്നത് പെൺകുട്ടികളെ വളർത്തുന്നത് തുടങ്ങി വിവാഹം, വിവാഹാനന്തര ജീവിതം എല്ലാം വളരെ ചിലവേറിയതാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ അബോർഷൻ ചെയ്തിരുന്നത്. ഈ കാരണത്താൽ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് നൽകുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി ബെടാവോ എന്ന സ്കീം പെൺകുട്ടികളെ കെയർ ചെയ്യാൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ 2 പേർക്ക് ഇക്വാലിറ്റി വേണമെന്ന രീതിയിലാണ് ഗവൺമെൻറ് പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സ്കീം കൊണ്ടുവന്നത്. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അദ്ദേഹം ദളിതരെ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനാണ് നോക്കിയത്. ഇതും ഈ ഇക്വാലിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.